അളിയാ, നമ്മൾ ഇനി എന്ന് കുടിക്കാനാ ഇതുപോലെ? എന്താടാ ഇപ്രാവശ്യം കടല കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. വീട്ടിലൊക്കെ ആകെ തീരായി, മൊത്തം ശോകാണ്. എടാ, കഴിഞ്ഞ ദിവസം നീ ഒരു ഓഡീഷൻ പോയത് അവർ വിളിക്കാന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് എന്തായി? അതൊന്നും നടപടിയാണോ കേസല്ല. കഴിഞ്ഞ തവണ നീ കണ്ടതല്ലേ, ഒരു 5 ലക്ഷം രൂപ സന്തോഷ് പെണ്ണിനെ പോലെ നമ്മളും പടം പിടിച്ചേനെ. ഓ, എൻ്റെ പൊന്നളിയാ, നമ്മൾ എവിടെ ചെന്നാൽ ഇതുപോലെ കുറേ ഊളകളുണ്ടാവും. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ശരാശരി മലയാളിനെ പോലെ ഏതൊരു കമ്പനിയിലും കയറി ഒരു പെണ്ണും കെട്ടി വയസ്സാം കാലത്ത് കണ്ടവൻ്റെ സ്വപ്നത്തിൻ്റെ കോണയം അടിച്ചിരിക്കുക, അത് മതിയാ. അല്ലെങ്കിൽ കണ്ടല്ലോ, നമ്മുടെ ശ്രീനിവാസനൊക്കെ പറയുന്ന പോലെ അവസാനത്തെ അടിക്ക് കണ്ടവൻ പറവട്ടിക്കാൻ നോക്കിയിരിക്കുക. എടാ, എൻ്റെ നിൻ്റെയൊക്കെ സ്വപ്നം ഇവിടെ ഒരു കോപ്പന് മനസ്സിലാവില്ല. കണ്ടവൻ്റെയൊക്കെ ചോദ്യവും ഉത്തരവും കേട്ട് മടുത്ത്. മടുത്തവനൊക്കെ മടുത്തു, പോണവനൊക്കെ പോവാം. ഈ കാണിപ്പേര് പറഞ്ഞിട്ടും കേരളം മുങ്ങില്ലേ, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഹോപ്പം തരാനില്ല. പിന്നെ നാളെ പിന്നെ തൊഴിഞ്ഞ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നു കൂട്ടുകാരാ, നമ്മൾ ഈ സ്ട്രഗിളിൻ്റെ പീക്കാണെങ്കിൽ നീ ഓർത്തോ, നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്താറായി. ഇനിയല്ല ഈ നാട്ടുകാർ, നീയൊക്കെ രക്ഷപ്പെടാനല്ലടാ. ഇതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ നീ എന്തായാലും വണ്ടി എടുക്ക. എങ്ങോട്ട്? ബിയറ് തീർന്ന്. അല്ലേ നിനക്ക് എൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ. കടലും ഇല്ല, ഒരു തേങ്ങയില്ല.